എങ്ങനെയാണ് നമ്മൾ വസ്തുക്കളെ കാണുന്നത്? നമുക്കറിയാം, പ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ മാത്രമേ നമുക്ക് വസ്തുക്കളെ കാണാൻ സാധിക്കുകയുള്ളൂ. അതായത് പ്രകാശമാണ് വസ്തുക്കളെ കാണാൻ നമ്മളെ സഹായിക്കുന്നത്. ഭൂമിയിലെ വെളിച്ചത്തിൻ്റെ പ്രധാന ഉറവിടം സൂര്യനാണെന്ന് നമുക്കറിയാമല്ലോ. പകൽ സമയങ്ങളിൽ നമ്മുടെ കാഴ്ച പ്രധാനമായും സാധ്യമാക്കുന്നത് സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യമാണ്. അതുപോലെ രാത്രികാലങ്ങളിൽ ബൾബ്, ട്യൂബ് ലൈറ്റ്, കാൻഡിൽ, ടോർച്ചസ് എന്നിവയൊക്കെയാണല്ലോ നമ്മുടെ പ്രകാശത്തിൻ്റെ ഉറവിടം. പ്രകാശം വസ്തുവിൽ തട്ടി റിഫ്ലക്റ്റ് ചെയ്യുന്നു. ഇങ്ങനെ റിഫ്ലക്റ്റ് ചെയ്ത ലൈറ്റ് നമ്മുടെ കണ്ണുകളിൽ എത്തുമ്പോഴാണ് നാം ആ വസ്തുവിനെ കാണുന്നത്. പ്രകാശം ആദ്യം നമ്മുടെ കണ്ണുകളിലെ കോർണിയ എന്ന ഭാഗത്ത് പ്രവേശിക്കുന്നു. കണ്ണിന് മുൻപിലുള്ള സുതാര്യമായ പാളിയാണ് കോർണിയ എന്ന് പറയുന്നത്. ഇവിടെ വെച്ച് പ്രകാശത്തിന് ആദ്യമായി റിഫ്രാക്ഷൻ അഥവാ ബെൻഡ് സംഭവിക്കുന്നു. ഇങ്ങനെ റിഫ്രാക്ഷൻ വഴി ബെൻഡ് സംഭവിച്ച പ്രകാശം കണ്ണിലെ ലെൻസിൽ വെച്ച് വീണ്ടും ഒരു ബെൻഡ് സംഭവിക്കുന്നു. അടുത്തതായി പ്രകാശം കണ്ണിലെ റെറ്റിന എന്ന ഭാഗത്താണ് എത്തുന്നത്. 2 തവണ റിഫ്രാക്ഷൻ സംഭവിച്ച ലൈറ്റ് റെറ്റിനയിൽ എത്തുന്നതോടെ ഒരു തലകീഴായ റിയൽ ഇമേജ് ആയാണ് രൂപപ്പെടുന്നത്. റെറ്റിന എന്നത് കണ്ണിനുള്ളിലെ ഒരു കോംപ്ലക്സ് പാർട്ടാണ്. റെറ്റിനയുടെ ധർമ്മമാണ് ലൈറ്റിനെ സിഗ്നലാക്കി മാറ്റി നമ്മുടെ ബ്രെയിനിന് മനസ്സിലാകുന്ന രൂപത്തിലാക്കുക എന്നുള്ളത്. ഇതിനെ ഫോട്ടോ ട്രാൻസ്ഡക്ഷൻ എന്ന് പറയുന്നു. അതായത് ലൈറ്റിനെ ഇലക്ട്രിക്കൽ സിഗ്നലാക്കി മാറ്റുന്ന പ്രതിഭാസം. റെറ്റിനയിലെ റോഡ്സ് ആൻഡ് കോൺസ് എന്നറിയപ്പെടുന്ന സെല്ലുകളാണ് ഇതിന് സഹായിക്കുന്നത്. ഇങ്ങനെ റെറ്റിനയിൽ നിന്നും ലഭിക്കുന്ന സിഗ്നലുകൾ നമ്മുടെ ഒപ്റ്റിക്കൽ നെർവ്സിലൂടെ സഞ്ചരിച്ച് ബ്രെയിനിലേക്ക് എത്തുന്നു. നമ്മുടെ ബ്രെയിനാണ് തലകീഴായി ലഭിച്ച ഇമേജിനെ ശരിയായ രൂപത്തിലാക്കി നമുക്ക് കാണിച്ചു തരുന്നത്. ഇങ്ങനെയാണ് നാം ഒരു വസ്തുവിനെ കാണുന്നത്. ഇങ്ങനെ നമ്മൾ കാണുന്ന വസ്തുക്കളെല്ലാം പല പല നിറങ്ങളിലാണല്ലോ ഉള്ളത്. ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത് എന്ന് നോക്കിയാലോ? നമുക്ക് സൂര്യനിൽ നിന്ന് ലഭിക്കുന്ന വെളുത്ത പ്രകാശം പല നിറങ്ങളുടെ സമാഹാരമാണ്. അവയെ നമ്മൾ വിബ്ജിയോർ എന്നും വിളിക്കാറുണ്ടല്ലോ. ഈ വെളുത്ത പ്രകാശം ഒരു വസ്തുവിൽ പതിക്കുമ്പോൾ 3 കാര്യങ്ങൾ സംഭവിക്കാം. ചില നിറങ്ങൾ ആഗിരണം അഥവാ അബ്സോർബ് ചെയ്യപ്പെടുന്നു. ചില നിറങ്ങൾ പ്രതിഫലനം അഥവാ റിഫ്ലക്റ്റ് ചെയ്യുന്നു. ചിലത് വസ്തുവിലൂടെ കടന്നു പോകുന്നു അഥവാ ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നു. നമ്മൾ ഒരു വസ്തുവിൽ കാണപ്പെടുന്ന നിറം എന്നത് ആ വസ്തു പ്രതിഫലിപ്പിക്കുന്ന നിറമാണ്. ഒരു ഉദാഹരണം പറയാം. ഒരു ആപ്പിൾ നമ്മൾ ചുവപ്പ് നിറത്തിലാണല്ലോ കാണുന്നത്. വെളുത്ത പ്രകാശം ആപ്പിളിൽ പതിക്കുമ്പോൾ അത് ചുവപ്പ് നിറം ഒഴികെയുള്ള മറ്റു നിറങ്ങളെ ആഗിരണം ചെയ്യുകയും എന്നാൽ ചുവപ്പ് നിറത്തെ പ്രതിഫലിപ്പിക്കുകയും ചെയ്യുന്നു. അങ്ങനെ നാം ആപ്പിൾ ചുവപ്പ് നിറത്തിൽ കാണുന്നു. ഇതുപോലെ ഏകദേശം എല്ലാ നിറങ്ങളും ആഗിരണം ചെയ്യുകയും കുറച്ച് പ്രകാശം മാത്രം പ്രതിഫലിപ്പിക്കുകയും ചെയ്യുന്നവയെ നമ്മൾ കറുപ്പ് നിറത്തിലും വളരെ കുറച്ച് നിറങ്ങൾ മാത്രം ആഗിരണം ചെയ്ത് ഭൂരിഭാഗവും പ്രതിഫലിപ്പിക്കുന്നവയെ നമ്മൾ വെളുത്ത നിറത്തിലും കാണുന്നു. അതുകൊണ്ടാണല്ലോ കറുത്ത വസ്ത്രങ്ങൾ നമുക്ക് കൂടുതൽ ചൂട് തരുന്നത്. രാത്രികാലങ്ങളിലെ പ്രകാശ സ്രോതസ്സുകളായ ട്യൂബ് ലൈറ്റുകളും പല നിറങ്ങളുള്ള പ്രകാശമാണ് പുറപ്പെടുവിപ്പിക്കുന്നത്. ആ നിറങ്ങൾ ചേർന്നാണ് വെളുത്ത നിറമായി തോന്നുന്നത്. വളരെ ചെറിയ വ്യത്യാസമുണ്ടെങ്കിലും രാത്രികാലങ്ങളിലും നമുക്ക് വസ്തുക്കളെ നിറങ്ങളിൽ കാണാൻ സാധിക്കുന്നത് ഇതുകൊണ്ടാണ്. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് കാണാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയ ഫാക്ട്സ് റിലേറ്റഡ് ക്വിസും ചാനലിൽ ഷോർട്സ് ആയിട്ടിട്ടുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.